അപ്പോൾ ഇതാണ് ഞാൻ പണിയാൻ വേണ്ടി പോകുന്ന എൻജിൻ. ഇത് വെള്ളം കയറി സൈലൻസറിൻ്റെ പൈപ്പ് ദ്രവിച്ചിട്ട് അതിനുള്ളിൽ കൂടെ വെള്ളം കയറി സിലിണ്ടറിലെത്തി. അങ്ങനെ സിലിണ്ടറെല്ലാം വെള്ളം ഇറങ്ങി ആകെ നാശകോശമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹെഡും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഹെഡ് സർവീസിന് വേണ്ടി അയച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇതിപ്പോൾ ഇതിൻ്റെ സിലിണ്ടറും ഈ പഴയതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ലൈനറും പിസ്റ്റണും അടക്കം റിങ്സും അടക്കം നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ അതിന്ന് അഴിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ പുതിയത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരവസ്ഥ. ബാക്കി സാധനങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ബാക്കി സാധനങ്ങളൊക്കെ ഇതിൻ്റെ അഴിച്ചു വെച്ചേക്കുന്നതിൻ്റെ കവറും മറ്റു സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ആ പൈപ്പ്. ഇതിനുള്ളിൽ കൂടെയാണ് വെള്ളം ഇറങ്ങിയത്. അപ്പോൾ സൈലൻസറും നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. സൈലൻസറും നിറച്ച് വെള്ളം ഇറങ്ങി തുരുമ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സർവീസിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണിക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ബാറ്ററി ടെർമിനലെല്ലാം നമ്മൾ അഴിച്ചു വിട്ടു. അപ്പോൾ ഒരു ലൈറ്റൊക്കെ നമ്മൾ കൊടുത്തു നമുക്ക് വെളിച്ചത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഓയിലുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിൽ സമ്പഴിക്കാറുണ്ട്. അപ്പോൾ ആ സമ്പഴിക്കുന്ന മുമ്പ് നമ്മളതിൻ്റെ ഓയിൽ ഒഴിവാക്കണം, എന്നിട്ട് വേണം അഴിക്കാൻ. അതിനടിയിലാണ് നമുക്ക് കണക്റ്റിംഗ് റോഡും അതിൻ്റെ കപ്പും ഒക്കെ വരുന്നത്. അപ്പോൾ അത് അഴിച്ചെടുക്കണം. എന്നാലേ നമുക്ക് പിസ്റ്റൺ മുകളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓരോ പിസ്റ്റണും ആ ലൈനറും അങ്ങനെ എല്ലാ സംഗതികളും നമുക്ക് അഴിച്ച് എടുക്കാനുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ അഴിക്കുന്നതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ നിങ്ങൾക്ക് പകർത്തി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പണി ആരംഭിക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ ഓയിൽ സമ്പ് അഴിക്കാനുള്ള പരിപാടിയാണ്. ഓയില് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്ക്. അപ്പോൾ അത് ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് 8 mm എലങ്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ എലങ്കിയുടെ ബോക്സ് ഉണ്ട്, സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. അപ്പോൾ ആ ടൂൾസ് നമ്മൾ ഉപയോഗിച്ച് അത് അഴിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഏകദേശം 17-18ഓളം ബോൾട്ടുണ്ട്. എലങ്കി ഷേപ്പിലുള്ള എലങ്കി ഉപയോഗിക്കുന്ന സൈസിലുള്ള ബോൾട്ട്. അപ്പോൾ അതിൻ്റെ ഈ ക്രാങ്ക് കേസിൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ അത് മുഴുവനും അഴിക്കണം. അപ്പോൾ അതൊരു ഇച്ചിരി പണിയാണ്. അപ്പോൾ നമ്മളത് ഓരോന്നോരോന്ന് 1 by 1 ആയിട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓയിൽ സമ്പ് അഴിക്കുന്നതാണ്. ഓയിൽ സമ്പ് അഴിച്ചാലാണ് നമുക്ക് കണക്റ്റിംഗ് റോഡൊക്കെ എന്താ പറയുക, കണക്റ്റിംഗ് റോഡ് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണക്റ്റിംഗ് റോഡ്, പിസ്റ്റൺ, ലൈനർ ഒക്കെ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്രാങ്ക് കേസ് ആദ്യം അഴിക്കണം. അതിനുള്ളിൽ ഓയിലിൻ്റെ സ്ട്രെയിനർ ഉണ്ടാവും, അത് അഴിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കണക്റ്റിംഗ് റോഡിൻ്റെ കപ്പൊക്കെ ബോൾട്ട് അഴിച്ച് മുകളിലേക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്രാങ്ക് കേസിൻ്റെ 6 mm എലങ്കിയാണ് വരുന്നത്. അപ്പം അത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതാണ് ആ എലങ്കി. ഇത് സ്പെഷ്യൽ ടൂളാണ്. നമ്മൾ ബോക്സിൽ തന്നെ എലങ്കി ഫിക്സ് ചെയ്ത് വരുന്നൊരു സ്പെഷ്യൽ ടൂൾ ബോക്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ സാധാരണ എലങ്കി സെറ്റുണ്ട്, അത് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ആണല്ലേ, ഇതേപോലെ കറക്റ്റ് 6 mm ആണ്. അപ്പോൾ അങ്ങനെ ഇത് അഴിച്ചെടുക്കണം മൊത്തം. ഇതിന് ചുറ്റും എല്ലാ സൈഡിലും ഉണ്ട്. ഞാൻ ഈ ഒരു സൈഡിൽ വെച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. എൻജിൻ്റെ സമ്പ്, ഓയിൽ സമ്പ് അഴിച്ചെടുത്തിരിക്കുകയാണ്. അതിനകത്തും വെള്ളം ഇറങ്ങിയിട്ടുണ്ടല്ലേ, വെള്ളവും ഓയിലൂടെ മിക്സായിട്ടൊരു പ്രത്യേക രീതിയിൽ അതാണ് ആ താഴെ കിടക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ സ്ട്രെയിനർ ഉണ്ടല്ലേ, ഓയിൽ സക്ക് ചെയ്യുന്ന സ്ട്രെയിനർ, ഒരു ചോർപ്പ് പോലെ ഇരിക്കുന്ന താഴോട്ട്, അതാണ് അത് ഇനി അഴിച്ചെടുക്കണം. എന്നാലേ നമുക്ക് അതിനുള്ളിൽ 1-2 സാധനങ്ങളും ഉണ്ട് ആ സ്ട്രെയിനറുമായി ബന്ധപ്പെട്ട്.
അത് ആ തടസ്സമൊക്കെ നമുക്ക് അഴിച്ചു മാറ്റിയിട്ട് വേണം കണക്റ്റിംഗ് റോഡ് അഴിക്കാനായിട്ട്, അതിൻ്റെ കപ്പ്. അതിനുശേഷം പിസ്റ്റൺ ഊരിയെടുക്കുന്നു, അതിനുശേഷം ലൈനർ. ഓക്കെ, എൻജിൻ്റെ നേരെ അടിയിൽ നിന്നുമുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്രാങ്ക്, അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡ് കാണാം, അതുപോലെ തന്നെ ഓയിൽ സ്റ്റെയിനർ, പിന്നെ അതിൻ്റെ കണക്റ്റിംഗ് സൈഡിലേക്കുള്ള അതിൻ്റെ പൈപ്പ്, അതായത് ബ്ലോക്കിലേക്കും, അതായത് സ്ട്രെയിനർ എൻജിൻ്റെ ഓയിൽ സമ്പിൽ നിന്നും സ്ട്രെയിനർ എൻജിൻ ഓയിൽ വലിച്ചെടുത്ത് എൻജിൻ്റെ ബ്ലോക്കിലേക്ക് നൽകുന്ന ആ ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഓയിൽ പമ്പ് നിങ്ങൾ കാണുന്നു. ഇത് ഓയിൽ സ്റ്റെയിനറിൽ നിന്നും ഓയിൽ കയറി ബ്ലോക്കിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇതിൻ്റെ മൗണ്ടിങ് ബോൾട്ട് വരുന്നത് 13 mm. ഇത് ഓയിൽ സ്റ്റെയിനർ. ഈ സ്റ്റെയിനർ അരിപ്പയാണ്. ഓയിലിനകത്ത് എന്തെങ്കിലും കറണ്ട് അരിച്ച് എൻജിൻ ഓയിൽ അരിച്ച് നേരെ എൻജിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്, ആ 2 ചെറുത്, അത് വന്നിട്ട് 13. ഈ താഴെ കാണുന്ന ഈ ബോൾട്ട്, ഈ ലോക്ക് നട്ട്, ഈ ലോക്ക് നട്ട് 30 സൈസ്, 30 mm. കണക്റ്റിംഗ് റോഡിൻ്റെ വാവട്ടം നമ്മുടെ പമ്പിൻ്റെ സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്റ്റിംഗ് റോഡിൻ്റെ കപ്പ് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ കറക്റ്റ് വരുന്ന രീതി തന്നെ ഉണ്ടാവും. അതിൻ്റെ മുട്ടും അതിൻ്റെ വലത് സൈഡിലാണ് 2 മുട്ടുള്ളത്. അല്ലോ ഒരു കീയാണ്, അത് വലത് സൈഡിലാണ്. അങ്ങനെ നമ്മൾ പിസ്റ്റൺ പൊക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പിസ്റ്റൺ. ഇതാണ് പൊസിഷൻ. പമ്പിൻ്റെ നേരെ സൈഡിലേക്ക് ഈ വാവട്ടം ഇങ്ങനെ വരും. ഇവിടെ 2 നോച്ചുണ്ട്, ആ നോച്ച് കണക്കാക്കിയിട്ട് വരും. പിന്നെ പിസ്റ്റൺ ഇതിൻ്റെ വീതി കൂടിയ ഭാഗം, വീതി കുറഞ്ഞ ഭാഗം പമ്പിൻ്റെ സൈഡിലേക്കും, വീതി കൂടിയ ഭാഗം നേരെ എതിർവശത്തേക്കും. കാരണം പമ്പിൻ്റെ സൈഡിൽ നിന്നാണ് ഇഞ്ചക്ടർ നോസിൽ കയറി വരുന്നത്. അതുകൊണ്ടാണ് ഈ പമ്പിൻ്റെ സൈഡിൽ വീതി കുറവ്. അപ്പോൾ അങ്ങനെ കണക്റ്റിംഗ് റോഡ് നമ്മൾ ഊരിയെടുത്തു. ഇനി 2 ഉണ്ട്. മാത്രമല്ല ഇനി ലൈനർ ഊരാണ്ട്. ഇത് റിങ്സാണ്, റിങ്സ് ഈ കാണുന്നതാണ് റിങ്സ്. അത് മുകളിൽ 2 കംപ്രഷൻ റിങ്സ് ഉണ്ട്, പിന്നെ താഴെ ഒരു ഓയിൽ റിങ്ങും. ലൈനർ ഊരിയെടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിസ്റ്റൻ്റെ ലൈനർ, അതിൻ്റെ സാധനമാണ് ഈ ലൈനർ പുള്ളർന്നോ. ഈ സാധനം പതുക്കെ ബ്ലോക്ക് ചെയ്യുന്ന പലപ്പോഴായിട്ട് പൊങ്ങി കിട്ടും. എല്ലാം സ്റ്റാൻഡേർഡ് സൈസാണ്. ഒരു പിസ്റ്റൺ ഊരി ഒരു ലൈനറും കൂടെ ഊരിയെടുക്കുകയാണ്.
ഇതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റാണ്. 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ 3 സിലിണ്ടറിൻ്റെ ഹോളോട് കൂടിയിട്ടുള്ള ഹെഡ് ഗ്യാസ്കറ്റ്. പിന്നെ ലൈനറിൽ വന്നിട്ട് 3 ഓറിങ് വരുന്നുണ്ട്. ലൈനറിൻ്റെ മുകളിലാണ് വരുന്നത്. ബ്ലോക്കിൽ ഒന്നും തന്നെ ഇല്ല. ബ്ലോക്ക് വെറും കാലിയായിട്ട് കിടക്കാണ്. ഇതെല്ലാം വാട്ടറിൻ്റെ സൈഡാണ്, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സൈഡാണ്. അതാണിങ്ങനെ വെള്ളം ഓയിലുമായിട്ട് മിക്സ് ആയതുകൊണ്ടാണ് അല്ല ഇതിൻ്റെ ആ കളറേ ബോർവെല്ലിനെ പോലെ ഉള്ളൊരു കളർ. ചെളി ലൈൻ സൈലൻസറിൽ കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ അല്ലേ സൈലൻസറിൽ കൂടെ ഇറങ്ങിയതിൻ്റെ ചെളിയായത്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 2 പിസ്റ്റണും 2 ലൈനറോടെ ഊരിയെടുക്കാനുണ്ട്. ഇത് അതിൻ്റെ ഓയിൽ സമ്പ് ഏറ്റവും അടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു ഡ്രെയിൻ നട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഹോള് കാണുന്നിടത്ത് അത് നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതാണ്. 2 സൈഡിലുണ്ട്, ഒന്നും ഫ്രണ്ടിലും ഉണ്ട്. നമുക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഗാസ്കറ്റ് വരുന്നുണ്ട്. ഇനി ഗാസ്കറ്റ് വന്നില്ലാത്തവരെ നമ്മൾ ഇത് ഗാസ്കറ്റ് മേക്കറുണ്ട്, അതിട്ടിട്ട് നമ്മൾ ഗാസ്കറ്റ് ചെയ്യും. ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററാണ് ഈ വരുന്നത്. ഈ മോഡലിന് വരുന്ന ഓയിൽ ഫിൽറ്ററാണ്. അങ്ങനെ നമ്മളുടെ അഴിക്കൽ പരിപാടി ഏകദേശം കഴിയാറാവുന്നു. 2 ലൈനറിൻ്റെ മിശ്രമ ഇനി അഴിക്കാനുണ്ട്. അപ്പം എന്നാലും അത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതോടുകൂടി നമ്മൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യും, വർക്ക് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ അഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാനൊരു പാർട്ടായിട്ടും പിന്നെ ഓവറോൾ ചെയ്ത് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒരു പാർട്ടായിട്ടാണ് വരുന്നത്. പിന്നെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്, അഴിക്കുന്നത്. അപ്പം ഇനി സെറ്റ് ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധാപൂർവ്വം കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതുപോലെ തന്നെ കൺട്രോൾ പാനൽ, DC AC പാനൽ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയും ഇടുന്നുണ്ട്. പിന്നെ 1-2 വീഡിയോ കൺട്രോൾ പാനലൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഫിറ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, മടുത്തു, അതാണ് പണി രാവിലോട്ട് തുടങ്ങിയല്ലേ. അപ്പോൾ ഓക്കെ.